ഇന്ന് രാവിലെ എണീച്ചതേ മടി പിടിച്ചുകൊണ്ടാണ്. കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കാലോ എന്ന് കരുതിയിട്ട് എടുത്തൊരു വ്ലോഗാണിത്. അതുകൊണ്ട് ഇന്ന് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജെനുവിനായിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഞാൻ സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 ടോപ്പിക്സാണ് ഇന്ന് പഠിക്കാൻ വിചാരിച്ചത്. ഒന്ന് ജോഗ്രഫിയിലെ വോൾക്കാനോ ടോപ്പിക്ക്, എക്കണോമിക്സിലെ 5 ഇയർ പ്ലാൻ, അതുപോലെ കുറച്ച് മെൻ്റൽ എബിലിറ്റി പ്രോബ്ലംസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാറിൻ്റെ ക്ലാസ് നല്ല ഉഷാർ ക്ലാസ്സായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു, നോട്ടൊക്കെ എഴുതി. ഞാൻ ജോഗ്രഫീൻ്റെ നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് കൂടുതലും ചിത്രങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്ത് നല്ല കളർഫുള്ളാക്കി ഭയങ്കര വൈബ്രൻറ്റ് കളറൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സൈലത്തിൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. പക്ഷേ എൻ്റെ നോട്ട് എഴുത്തും എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് 1.25 മണിക്കൂറാണ്. അങ്ങനെ കുറേ പഠിച്ച് ഞാനൊരു ബ്രേക്ക് എടുത്ത സമയത്താണ് മീഷോന്ന് ഡെലിവറി ബോയ് വന്നത്. എനിക്ക് ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി അച്ഛനോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെയും വന്നിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു. എത്ര മണിക്കൂർ പഠിച്ചു എന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. 25 മിനിറ്റ് പഠിക്കും. എല്ലാവരും 5 മിനിറ്റാണ് ബ്രേക്ക് എടുക്കുക, പക്ഷേ ഞാൻ 10-15 മിനിറ്റ് ബ്രേക്ക് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെയും പഠിച്ചു. പിന്നെ വിശന്നു, പിന്നെ പോയി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല. പിന്നെ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ടെറാക്കോട്ട ക്രാഫ്റ്റ്സ് ഒക്കെ കാണിച്ചു തരാമെന്ന്. ഞാൻ പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു മണ്ണ് വാങ്ങിക്കാറുണ്ടായിരുന്നത് കേട്ടോ, ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ മീഷോ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. പക്ഷേ മീഷോ നിന്നാണ് കുറച്ചും കൂടി എനിക്ക് നല്ല മണ്ണായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യാം. 94 രൂപയാണ് മണ്ണിന്. 1 kg കിട്ടും കേട്ടോ. പക്ഷേ നമുക്ക് ആവശ്യത്തിന് അധികം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആ മണ്ണുകൊണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച കട്ടിംഗ് ബോർഡ്. നല്ല രസമുണ്ട്, പക്ഷേ സൈസ് ഭയങ്കര കുറവാണ് കേട്ടോ. അത് വേറൊരു കാര്യം. കുറച്ചും കൂടെ വലുപ്പം വേണമായിരുന്നു. പക്ഷേ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വലുപ്പം ഓക്കെയാണ്. പക്ഷെ അല്ലാതെ കുറച്ചും കൂടി വലുപ്പം വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു. ഇത്തവണ ഓണത്തിന് ഒരു കറുത്ത കസവുമുണ്ടാണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു മാല ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം മണ്ണിൻ്റെ മുകളിലിരുന്ന സമയത്താണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തില്ലല്ലോ എന്നും മനസ്സ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വീണ്ടും പോയിരുന്നു പഠിച്ചു. അങ്ങനെ വോൾക്കാനോ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ സക്സസ്ഫുള്ളി അക്കംപ്ലിഷ് ചെയ്തു. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ബാക്കിയുള്ളത് 5 ഇയർ പ്ലാൻ ആണ്. ഞാൻ എല്ലാ PSC പരീക്ഷയ്ക്കും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് 5 ഇയർ പ്ലാൻ. അപ്പോൾ എനിക്ക് ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈലത്തിൻ്റെ എക്കണോമിക്സ് ക്ലാസ്സിലെ 5 ഇയർ പ്ലാൻ എനിക്ക് ഇഷ്ടമായില്ല. അത് ലൈവ് ക്ലാസ് ആയത് തന്നെ വലിച്ച് നീട്ടിയാണ് പോകുന്നത്. പിന്നെ എനിക്കത് അത്ര ദഹിച്ചിട്ടില്ല ക്ലാസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആസ്ത അക്കാഡമിയിലെ സാറിൻ്റെ ക്ലാസ് കാണാമെന്ന്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു നല്ല ക്ലാസ്സാണ് അജിത് സുമേരു സാറിൻ്റെന്ന്. പിന്നെ ഞാൻ സാറിൻ്റെ ക്ലാസ് പോയി കണ്ടു. ഒന്നും പറയാനില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. സാറ് പറയുന്നതൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞ് കിടക്കും. അപ്പം ഞാൻ അത് കണ്ടു. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ.